അപ്പോൾ നമുക്കിനി ഓണത്തിനുള്ള ഉത്രാടപ്പാച്ചിലേക്ക് ഇറങ്ങാൻ നേരമായി കഴിഞ്ഞു. അവസാനവട്ട ഒരുക്കങ്ങളിലേക്കൊക്കെ മലയാളികൾ ഇതിനകം തന്നെ തയ്യാറെടുത്തിട്ടുണ്ടാകും. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒത്തൊരുമയോടെ നാളെ തിരുവോണം കൊണ്ടാടാൻ പോവുകയാണ്. ഓണാഘോഷങ്ങളുടെ കലാശക്കൊട്ടാണ് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ. നമുക്ക് ആദ്യം തൃക്കാക്കര വാമന ക്ഷേത്രത്തിലേക്ക് പോകാം. ലേബി സജീന്ദ്രൻ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരും. അതിനുശേഷം നമുക്ക് കോഴിക്കോട് SM സ്ട്രീറ്റിലേക്ക് പോകണം. അഭിജിത്ത് മുഴക്കുന്ന അവിടെ കാത്തു നിൽക്കുകയാണ്. പിന്നെ നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് പോകണം. അവിടെ സ്വാന്തന സജു നമുക്കൊപ്പം ഉണ്ട്. ആദ്യം ലേബിയിലേക്ക്. ലേബി, ആദ്യം തന്നെ ഉത്രാട ദിനാശംസകൾ. ലേബിക്ക് ഓണം എത്തിക്കഴിഞ്ഞുവെന്ന ആ വേഷം കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ തൃക്കാക്കര ക്ഷേത്രത്തിൽ സദ്യയുടെ മുന്നിലാണ് നിൽക്കുന്നത്. അവിടെ പായസമൊക്കെ വിളമ്പിയതിന്റെ അതോ അവിയലിന്റെ മണമൊക്കെ കേട്ടിങ്ങനെ അത് കൊണ്ടിങ്ങനെ നിൽക്കാൻ തോന്നുന്നു. കഴിച്ചില്ലല്ലോ അല്ലേ സദ്യ? സുജയ ഓണസദ്യ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഏതായാലും ആ ഓണസദ്യ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമാണ് തൃക്കാക്കര വാമന മൂർത്തി ക്ഷേത്രത്തിലെ ഓണസദ്യ. ഇന്ന് ഉത്രാട സദ്യക്കായി ആയിരങ്ങളാണ് ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവോണ ദിവസവും ഉത്രാട ദിവസവുമാണ് ഈ സദ്യക്ക് പ്രാധാന്യം. 10 ദിവസവും ഇവിടെ സദ്യ നടക്കുന്നുണ്ട്. ഈ സദ്യക്കും ഇവിടുത്തെ ചടങ്ങുകൾക്കുമൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതിയാണ്. ക്ഷേത്ര ഉപദേശക സമിതിയുടെ ചെയർമാൻ നമുക്കിപ്പം ഒന്ന് ചേരുകയാണ്. ശ്രീ പ്രമോദ് കുമാർ, ഇതെങ്ങനെയാണ് ഈ ഉത്രാട സദ്യയുടെ ഒരു പ്രാധാന്യം പറഞ്ഞത് തൃക്കാക്കര ക്ഷേത്രം? ചരിത്രം പറയുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഈ ഓണ ദിവസങ്ങളിൽ കർക്കിടക മാസത്തിലെ ഓണം മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ വരെ ഇവിടെ ഇതുപോലെ ഉത്സവം നടക്കുകയാണെന്നും ആ ഉത്സവത്തിൽ എല്ലാ രാജാക്കന്മാരും ഇവിടെ സംഗമിച്ചു, നാട്ടുരാജാക്കന്മാർ സംഗമിച്ചിരുന്നതും അവരുടെ കഴിവിനനുസരിച്ച് അവരുടെ പ്രശസ്തിയും ഇതും അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് അവരിവിടെ ഓണം ആഘോഷിച്ചിരുന്നത്. അത് ആ ഓണത്തിന്റെ സന്ദേശം, അതായത് മഹാബലി തമ്പുരാൻ ഭരിച്ചിരുന്ന സമയത്ത് എന്തായിരുന്നോ അതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇപ്പൊ ഈ ഓണസദ്യയും ഉത്രാടസദ്യയും നടക്കുന്നത്. അപ്പോൾ ഈ കാലങ്ങളിൽ ലോപിച്ച് 10 ദിവസമാണ് ഉത്സവമെങ്കിലും എല്ലാ ദിവസവും സാധാരണ രീതിയിൽ പ്രസാദകൂട്ടുണ്ട്. പക്ഷെ ഉത്രാടവും തിരുവോണം നാളിലും ഈ വിഭവസമൃദ്ധമായ സദ്യയാണ് ചെയ്യുന്നത്. വളരെ പ്രധാനം തന്നെയാണ് സുജയ. അത് തന്നെയാണ് നമുക്ക് കണ്ടാലറിയാമല്ലോ, നാടിന്റെ നാനാഭാഗത്തു നിന്നാണ് ആളുകൾ ഈ ഉത്രാട സദ്യയുടെ ഭാഗമാകാൻ തൃക്കാക്കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും മഹാബലിയെ സ്തുതിക്കുമ്പോൾ തൃക്കാക്കര വാമന മൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് വാമന സ്തുതികളാണ്. അപൂർവം ഇന്ത്യയിലെ വാമന മൂർത്തി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര ക്ഷേത്രം. ഇവിടെ നമ്മളുടെ ഈ പാചകത്തിന് നേതൃത്വം കൊടുക്കുന്ന ജയപ്രകാശ് കൂടി ചേരുകയാണ്. എന്താ ഈ ഉത്രാട സദ്യയുടെ ഒരു പ്രാധാന്യവും അതിന്റെ പ്രത്യേകതയും എന്തൊക്കെയാണ്? ഇത് പണ്ട് കാലം മുതൽ ഇവിടെ വാമനമൂർത്തിയുടെ തിരുവുത്സവത്തിന്, ഓണത്തിന് ഉത്രാട സദ്യയും തിരുവോണ സദ്യയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതുപോലെ തന്നെയാണോ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഏതാണ്ട് 11ഓളം ഐറ്റം കറികളും അതനുസരിച്ച് തന്നെ എല്ലാ വിഭവങ്ങളും വളരെ സമൃദ്ധമായിട്ട് തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 15,000-ഓളം പേര് ഊണ് കഴിക്കാൻ വരും. അതിനെല്ലാം തയ്യാറുമാണ്. സുജയ, അത് തന്നെയാണ് 15,000-ഓളം പേരാണ് ഇന്ന് ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് ഇവിടെ നിന്ന് ഈ ഉത്രാട സദ്യയുടെ ഭാഗമാകാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തിന്റെ, മഹാബലി ഭരിച്ചിരുന്നൊരു കാലത്തിന്റെ അനുസ്മരണമെന്ന് നമ്മൾ എല്ലാ കാര്യത്തിലും ഓണാഘോഷത്തെ പറയുമ്പോഴും ഈ സദ്യയും അങ്ങനെ തന്നെയാണ്. അന്ന് വിഭവ സമൃദ്ധമായി ഭക്ഷണം കഴിച്ചതിന്റെ ഒരു അനുസ്മരണം എന്നോണം തന്നെയാണ് ഇവിടെ ഇത്തരത്തിൽ വിഭവ സമൃദ്ധമായി ഉത്രാടത്തിനും തിരുവോണത്തിനും സദ്യ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയും സുജയ്ക്ക് അറിയാമല്ലോ. ഇതെന്ന് ഒരു ജാതി മത ഭേദമില്ല. ഇവിടെ ആർക്കും വന്ന് ഈ ആഘോഷത്തിന്റെ ഭാഗമാകാം, ഈ ഉത്രാട സദ്യയുടെ ഭാഗമാകാം, ഇവിടുത്തെ മറ്റു ചടങ്ങുകളുടെ ഭാഗമാകാം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 12 മിനിറ്റായി. എനിക്കാണെങ്കിൽ ആ സദ്യ കണ്ടിട്ട് വിശക്കുന്നുണ്ട്. എത്ര മണിവരെയാണ് ഉത്രാട സദ്യ? 11 മണിക്ക് ആരംഭിച്ച സദ്യയാണ്. ഇതിവിടെ വരുന്ന ഏകദേശം 15,000 ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്ന ഒരു ശീലമാണ്. ഏകദേശം ഇതങ്ങ് നീണ്ടുപോയി വൈകുന്നേരം ഒരു 4 മണി വരെയൊക്കെ ഇതിങ്ങനെ തുടരും. ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാം, ആർക്കും ഇതിന്റെ ഭാഗമാകാം, ഈ ആഘോഷത്തിന്റെ ഭാഗമാകാം. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് ഓണം തുടങ്ങുന്നത്. ഇവിടെയാണ് ഓണത്തിന്റെ വരവറിയിക്കുന്നത്. ഇവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഓണത്തിന്റെ എല്ലാ ശീലുകളും ഇങ്ങനെ പരന്നൊഴുകുന്നത്. ഏതായാലും ആ ഓണത്തിന്റെ ആരവം ചവിട്ടിത്താഴ്ത്തിയ വാമന മൂർത്തിയുടെ ക്ഷേത്രമാണ് തൃക്കാക്കര. അപ്പോൾ ആ വാമന മൂർത്തി തന്നെ ഓണത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവിടെ സദ്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്രാട ദിവസത്തെ സദ്യയുടെ വിശേഷങ്ങളാണ് ലേബി പങ്കുവച്ചത്. അപ്പോൾ ലേബി, നമ്മുടെ ടീമിനെയും കൂട്ടി പെട്ടെന്ന് അടുത്ത പന്തിക്ക് ഇരുന്നോളൂ.